ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് ഭാഗം 25 അധ്യായം 5. നിങ്ങൾ ആരുടെ ശബ്ദത്തിന് ചെവി കൊടുക്കും? ബെന്നി, ഈ വീട്ടിൽ നീ യേശുവിനെ കുറിച്ച് സംസാരിക്കുന്നത് നിർത്തണം, മനസ്സിലായോ? എൻ്റെ പരിവർത്തനം കൊണ്ട് കോപാന്തനായ എൻ്റെ പിതാവിൻ്റെ ആ ക്രോധ ആക്രോശം എനിക്കൊരിക്കലും മറക്കുവാൻ സാധിക്കുന്നില്ല. പരിശുദ്ധാത്മാവുമായുള്ള എൻ്റെ ഇടപെടലുകൾ ആരംഭിച്ചതോടെ അത് അനുദിനം വഷളായിക്കൊണ്ടിരുന്നു. എന്നാൽ ആ സമയം ഞാൻ വേറൊരു ശബ്ദം ശ്രവിച്ചു തുടങ്ങിയിരുന്നു. അത് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമായിരുന്നു. ഒരു ശിശുവായോ ബാലകനായോ ഞാൻ അനുഭവിച്ച ഏത് പിതൃസ്നേഹ അനുഭൂതിയെയും പിന്നിലാക്കുന്നതായിരുന്നു പരിശുദ്ധാത്മാവിൽ നിന്നും ഞാൻ അനുഭവിച്ച പിതൃസ്നേഹം. എൻ്റെ അപ്പൻ പറയുന്നത് എന്തു തന്നെയായാലും തികഞ്ഞ സംയമനത്തോടെയാണ് അതെല്ലാം ഞാൻ കേട്ടത്. അദ്ദേഹം അധികം കോപത്തോടെ സംസാരിക്കുമ്പോഴെല്ലാം പരിശുദ്ധാത്മാവ് അധിക സ്നേഹം എൻ്റെ മേൽ പകർന്നുകൊണ്ടിരുന്നു. എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അധിവാസം തുടങ്ങിയതോടെ 3 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്നാമത്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ തികഞ്ഞ ചൈതന്യം പകർന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് അല്പവും സങ്കീർത്തനങ്ങളിൽ നിന്ന് അല്പവും വായിക്കുന്ന പതിവ് നിന്നു. വേദപുസ്തകം തുറന്നാൽ ഞാൻ അതിൽ മുങ്ങിപ്പോയി എന്ന തോന്നൽ. ജീവനും ജീവന്റെ നിറക്കൂടുകളും അതിൽ ഞാൻ കണ്ടു. വചനത്തിലെ വൻ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. രണ്ടാമത്, എൻ്റെ പ്രാർത്ഥനാ ജീവിതം മുഴുവനായി രൂപാന്തരപ്പെട്ടു. കോട്ടുവായിട്ട് ആവർത്തന വിരസതയുള്ള പ്രാർത്ഥനയ്ക്ക് വിരാമമായി. ഞാനും പരിശുദ്ധാത്മാവും സംഭാഷണത്തിലായി. ദൈവത്തെ അവൻ എൻ്റെ മുമ്പിൽ കൂടുതൽ യഥാവാനാക്കി. 10 അടി ഉയരം വെച്ചു എന്ന് എനിക്ക് തോന്നത്തക്കവണ്ണം ശക്തിയും ധൈര്യവും അവൻ എൻ്റെ ജീവിതത്തിൽ പകർന്നു. മൂന്നാമതായി, എൻ്റെ അനുദിന ക്രിസ്തീയ ജീവിതം വ്യത്യാസപ്പെട്ടു. ഞാൻ എപ്പോഴും പാടുവാൻ തുടങ്ങി. അതിനു കാരണം ആദ്യമൊക്കെ എനിക്ക് അജ്ഞാതമായിരുന്നു. എന്നാൽ ആത്മാവിൻ നിറവിൽ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും എന്ന വേദഭാഗം വായിച്ചപ്പോഴാണ് അതിൻ്റെ കാരണം മനസ്സിലായത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. എനിക്ക് സംഭവിച്ചു തുടങ്ങിയത് സ്വാഭാവിക സംഭവങ്ങളായിരുന്നില്ല, അത് തികച്ചും അസ്വാഭാവികമായിരുന്നു. എല്ലാ കാര്യങ്ങളും ആത്മാവ് തന്നെ ഏറ്റെടുത്തു. ജനത്തോടുള്ള, പ്രത്യേകിച്ച് എൻ്റെ പിതാവിനോടുള്ള ഒരു അവാച്യമായ സ്നേഹത്താൽ പരിശുദ്ധാത്മാവ് എന്നെ അഭിഷേകം ചെയ്തു. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം. എൻ്റെ പ്രകൃതിസിദ്ധമായ നൈസർഗികതയും പ്രതികരണങ്ങളും മാഞ്ഞുപോയിട്ട് ആ സ്ഥാനം പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് ഏറ്റെടുത്തു. തികച്ചും വ്യത്യസ്തമായ ഒരു വ്യക്തിത്വം എനിക്കുളവായി വന്നു. ജഡത്തെ ക്രൂശിക്കുക എന്ന് പറയുന്നതിൻ്റെ ശരിയായ അർത്ഥം എനിക്ക് മനസ്സിലായി തുടങ്ങി. എന്നെക്കൊണ്ട് തന്നെ അത് അസാധ്യമായി എന്ന് ഞാൻ ഗ്രഹിച്ചു. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 13-ാം വാക്യം. ആത്മാവിനാൽ എങ്ങനെയാണ് നിങ്ങൾ നടത്തപ്പെടുന്നത്? അവൻ്റെ ശബ്ദം നിങ്ങൾക്ക് സുപരിചിതമായി തീരും. നിങ്ങൾ അത് തിരിച്ചറിയും. അതിനോട് നിങ്ങൾ പ്രതികരിക്കും. അവനോടുള്ള കൂട്ടായ്മ കൂടുന്തോറും ബന്ധവും കൂടിക്കൂടി വരും. കാലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വവും ശക്തിയും ദൈവം വെളിപ്പെടുത്തിയിരുന്നു. തിരുവചനത്തിൽ ദൈവിക തൃത്വത്തിൽ ആദ്യം വെളിപ്പെടുത്തപ്പെട്ട വ്യക്തിത്വം വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിൻ്റേതായിരുന്നുവല്ലോ. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം. യഹോവയായ ദൈവം നിലത്തെ പൊടിയിൽ നിന്നും ആദാമിന് രൂപം നൽകി. ജീവന്റെ ശ്വാസം മൂതപ്പെടുന്നതുവരെ പൊടികൊണ്ട് നിർമ്മിതമായ ആ രൂപം നിർജീവമായിരുന്നു. യഹോവയായ ദൈവം അവൻ്റെ മൂക്കിൽ ശ്വാസമൂതി. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം. ദൈവത്തിൻ്റെ ശ്വാസം എന്ന് പറയുന്നത് ദൈവാത്മാവാണ്. ഇയ്യോബ് പറയുന്നത് ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു. സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 33-ാം അധ്യായം 4-ാം വാക്യം. ആദാമിലേക്ക് ദൈവം തൻ്റെ ശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ളവനായി തീർന്നു. കണ്ണു തുറന്നപ്പോൾ ആദാം അനുഭവിച്ച ആദ്യ സ്പർശനം പരിശുദ്ധാത്മാവിൻ്റേതായിരുന്നു. ആദാമിൻ്റെ ശരീരത്തിലൂടെ പ്രവഹിച്ച ആദ്യ ശ്വാസവും അവനെ ആവരണം ചെയ്തതും പരിശുദ്ധാത്മാവായിരുന്നുവല്ലോ. ദൈവ സാന്നിധ്യത്താൽ നിറയപ്പെട്ടവനായി ആദാം നിവർന്നു നിന്നു. സൃഷ്ടിപ്പാൻ പ്രവർത്തിച്ച അത്യന്ത ശക്തി പരിശുദ്ധാത്മാവായിരുന്നുവെന്ന് വചനം പറയുന്നു. അവൻ്റെ ശ്വാസത്താൽ ആകാശം ശോഭിച്ചിരുന്നു.
ഇയ്യോബിന്റെ പുസ്തകം 26-ാം അധ്യായം 13-ാം വാക്യം. അതെ, ആത്മാവിനെ നിങ്ങളുടെ മേൽ അധികമായി പകരുവാൻ ദൈവത്തിന് തിരുഹിതമായി. അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും, ഉദ്യാനത്തിൽ നീതി പാർക്കും. യെശയ്യാവിന്റെ പുസ്തകം 32-ാം അധ്യായം 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എത്ര അത്ഭുതകരമായ വാഗ്ദത്തം! ദൈവം തൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരുവാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് ഊതുവാനാണ് അവൻ്റെ ആഗ്രഹം. ആദാമിനെ പോലെ ജീവനുള്ളവനായി നിങ്ങളായിത്തീരണമെന്നാണ് അവൻ്റെ ഹിതം. ദൈവത്തിൻ്റെ ശ്വാസം എന്ന് പറയുന്നത് ദൈവാത്മാവിനെ കുറിച്ചാണ് എന്നുള്ള എൻ്റെ പുതിയ അറിവ് മറഞ്ഞിരിക്കുന്ന ഒരു നിധി എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞതുപോലെയായിരുന്നു. സർവശക്തൻ നിങ്ങളോട് സംസാരിക്കുന്ന ശബ്ദം നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? പലരും അത് കേട്ടിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് സംസാരിച്ചത്? ആരുടെ ശബ്ദമാണ് നിങ്ങൾ ശ്രവിച്ചത്? നിങ്ങൾ കേട്ടത് പരിശുദ്ധാത്മാവിനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവശബ്ദം പ്രസരിക്കുന്നത് അവനിൽ കൂടെയാണ്. പിതാവായ ദൈവത്തിൻ്റെ ശബ്ദത്തെക്കുറിച്ച് ഒരു വിവരണം ഇയ്യോബിൻ്റെ പുസ്തകത്തിലുണ്ട്. അവൻ്റെ നാദത്തിൻ്റെ മുഴക്കവും അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഗർജനവും ശ്രദ്ധിക്കുക. അതിൻ്റെ പിന്നാലെ ഒരു മുഴക്കം കേൾക്കുന്നു. അവൻ തൻ്റെ മഹിമാനാദം കൊണ്ട് ഇടിമുഴക്കുന്നു. അവൻ്റെ നാദം കേൾക്കുമ്പോൾ അവയെ തടുക്കുന്നില്ല. ഇയ്യോബിൻ്റെ പുസ്തകം 37-ാം അധ്യായം 25-ാം വാക്യം. ഇസ്രായേൽ ജനത്തിന് ഗ്രഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു ദൈവത്തിൻ്റെ ശക്തി.